ലൈവ് ന്യൂസ് പുതുക്കാട്. പുതുക്കാട് അളഗപ്പനഗർ KSRTC ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം ബസ്സുകൾ കയറാത്തതും ദേശീയപാതയിൽ സ്റ്റാൻഡിന് മുൻവശത്ത് അപകട സാഹചര്യങ്ങൾ ഒഴിവാകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതിലും യാത്രക്കാരോടുള്ള അവഗണനയ്ക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോൺസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ റിൻഡോ ജോൺസൺ, ജീസ് നെല്ലായി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു താലിയപ്പറമ്പിൽ, ഷാജു കലിയങ്കര, വർഗീസ് തെക്കേത്തല എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് നന്ദി പറഞ്ഞു. ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് വൈകിട്ട് 7 മണിക്ക് ശേഷം വണ്ടികളുടെ ഗതാഗതം പലപ്പോഴും നടത്താതെ ഈ സ്റ്റാൻഡിനെ വെറുതെ ഒരു നോക്കുകുത്തിയാക്കി മാത്രം ആക്കിക്കൊണ്ട് KSRTCയും അതുപോലെ തന്നെ സർക്കാരും പ്രത്യേകിച്ച് നമ്മുടെ പുതുക്കാടിൻ്റെ MLAയും വലിയ അവഗണനയാണ് ഈ KSRTC സ്റ്റാൻഡിനോട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയായിട്ടാണ് കോൺഗ്രസും ഇതിനെ നോക്കുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ സമരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. ഒരാൾക്ക് ബസ് കയറണമെങ്കിൽ ഈ മഴക്കാലത്ത് പോലും ഈ NHന്റെ മുന്നിൽ വന്നു നിന്ന് കൈ കാട്ടിക്കൊണ്ട് മഴ നനഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് മാത്രമേ ബസ്സിന് കൈ കാട്ടി ബസ്സിന് പിന്നിലൂടെ ബസ്സിൽ കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ KSRTC ബസ് സ്റ്റാൻഡിനെ തള്ളിവിട്ടത് ഇതിന് പിന്നിലുള്ള ഉദ്യോഗസ്ഥരും അതിന് കുടപിടിക്കുന്ന ഒരു MLAയും. നമുക്കറിയാം, ഈ പുതുക്കാടിനെ സംബന്ധിച്ചിടത്തോളം പുതുക്കാട് സിഗ്നലായാലും KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന സ്ഥലമായാലും നിരവധി അപകടങ്ങൾ ദിവസേന. ലൈവ് ന്യൂസ് പുതുക്കാട്.